എല്ലാവർക്കും സ്വാഗതം. MBAFL മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൻ്റെ 4ാം ദിവസമാണെന്ന്, അവസാനത്തെ ദിവസമാണെന്ന്. ഇന്ന് ഈ ആദ്യ സെഷനിൽ, ഈ മാതൃഭൂമി ഹാളിൽ നടക്കുന്ന ആദ്യ സെഷനിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദബോസാണ്. ബംഗാളിൻ്റെ കാര്യം പറയുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു നാടാണ്. അകലം കൊണ്ട് അല്ലെങ്കിൽ ദൂരം കൊണ്ട് അകലെയാണ് എങ്കിലും മലയാളി ചിന്ത കൊണ്ടും അല്ലെങ്കിൽ പലതരത്തിലും രാഷ്ട്രീയം കൊണ്ടും ഒരു സാഹോദര്യം കൊണ്ടും ഒക്കെ നമ്മുടെ മനസ്സിൽ ചേർന്ന് നിൽക്കുന്ന ഒരു നാടാണ് ബംഗാൾ. നമസ്കാരം സർ. ഈ ബംഗാളിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിലും ഉള്ള 1725 റോബർട്ട് ക്ലൈവ് വരുന്നത് മുതൽ അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം C രാജഗോപാലാചാരി, ഇങ്ങനെ ഗവർണർമാർക്ക് തന്നെ വലിയ ഒരു പ്രാധാന്യം ഒക്കെ ഉള്ള ഒരു നാടാണ് ബംഗാൾ. അവിടെയാണ് മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് രണ്ടാമത്തെ ആളാണ് താങ്കൾ. ഇതിനു മുൻപ് MK നാരായണൻ ബംഗാളിൽ ഗവർണറായിരുന്നിട്ടുണ്ട്. പക്ഷേ ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം താങ്കളെ ഗവർണറായിട്ട് കിട്ടുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഹൃദയത്തിൽ കൂടുതൽ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴും വീരപുരുഷൻ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. അങ്ങനെ ബോസ് എന്ന് പേരുള്ള ഒരാൾ അവിടെ ഗവർണറായി ചെല്ലുമ്പോൾ ആ രീതിയിലാണോ ബംഗാളികൾ താങ്കളെ സ്വീകരിച്ചത്? വളരെ സന്തോഷത്തോടെ പറയട്ടെ, ബംഗാളിൽ എന്നെ ഒരു ബംഗാളിയായിട്ടാണ് അവർ കാണുന്നത്. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, എൻ്റെ പേര്, ബോസിൻ്റെ പേര്. രണ്ട്, മാതൃഭൂമി. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബംഗാളി നോവലുകൾ സ്ഥിരമായി പരിഭാഷപ്പെടുത്തി വരുമായിരുന്നു. അത് ചെറുപ്പം മുതലേ വായിക്കാൻ ഞങ്ങളുടെ അമ്മ പ്രേരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ബംഗാളി സാഹിത്യവുമായി അറിയാതെ ഉണ്ടായ, മാതൃഭൂമി ഉണ്ടാക്കി തന്ന ആ ഒരു വൈകാരിക ബന്ധം, അതും എന്നെ ബംഗാളികൾക്ക് ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്ന് നന്ദിപൂർവ്വം ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഈ ബോസ് എന്ന് പറയുന്ന പേര് വന്നത്? ഷേക്സ്പിയർ പറയും പോലെ ദെയർ ബൈ ഹാങ്സ് എ ടെയിൽ, അവിടെ ഒരു കഥ തൂങ്ങിക്കിടക്കുന്നു. എൻ്റെ അച്ഛൻ ഒരു എളിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയോട് ബഹുമാനമായിരുന്നെങ്കിലും നേതാജി ബോസിനോടായിരുന്നു കൂടുതൽ പ്രതിപത്തി. ആ ആരാധന മൂത്ത് അദ്ദേഹം എനിക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്കുമൊക്കെ പേര് ബോസ് എന്നാക്കി തന്നു. മോഹൻ ബോസ്, സുന്ദർ ബോസ്, സുകുമാർ ബോസ്, ആനന്ദ് ബോസ്, കോമള ബോസ്, ഇന്ദിരാ ബോസ്, ഇങ്ങനെ ബോസ് ആക്കി തന്നു. അങ്ങനെയാണ് ബോസ് കിട്ടിയത്. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് മറ്റൊരു ബംഗാളി ബന്ധം കൂടിയുണ്ട്. അതായത് ഒരുപക്ഷെ സിവിൽ സർവീസിൽ വരുന്നതിന് മുൻപ് ബാങ്കിങ് മേഖലയിലായിരുന്നു, SBIയിലായിരുന്നു ജോലി കിട്ടിയത്. അങ്ങനെ ആദ്യമായി ഒരു ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നതും ബംഗാളിലാണ്. അന്ന് കണ്ട ബംഗാളും ഇന്ന് ഇപ്പോൾ അവിടുത്തെ ഗവർണറായി ചെന്നതിന് ശേഷം കാണുന്ന ബംഗാളും തമ്മിൽ എങ്ങനെ വ്യത്യാസമുണ്ട്? ശരിയാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ബാങ്കിൽ തുടങ്ങിയ സ്റ്റേറ്റ് ബാങ്ക് പ്രൊബേഷണറി ഓഫീസറായിട്ടാണ്. ജൽപായ്ഗുരി ബ്രാഞ്ചിലാണ് ആദ്യം എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്, നോർത്ത് ബംഗാളിൽ. അതിനുശേഷം ശ്യാംബസാർ കൽക്കട്ടയിൽ, ശ്യാംബസാറിലും ചവരങ്കി ലോക്കൽ ഹെഡ് ഓഫീസിലും ജോലിയായിരുന്നു. അതുകൊണ്ട് ബംഗാളുമായി അടുത്തിടപെടാനുള്ള ഒരു സാഹചര്യം എൻ്റെ ചെറുപ്രായത്തിൽ എനിക്കുണ്ടായി. അന്ന് എനിക്ക് 22 വയസ്സാണുള്ളത്. മാത്രമല്ല, എൻ്റെ ആദ്യത്തെ ചെറുകഥ അത് ബംഗാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. ചവരങ്കിയിലെ പൂക്കൾ എന്നാണ് അതിൻ്റെ പേര്. അന്ന് ഈ കഥ എഴുതി ഞാൻ ശ്രീ പ്രൊഫസർ എം കൃഷ്ണൻ നായർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ സാഹിത്യ വാരഫലത്തിൽ പുതുമുഖങ്ങളൊക്കെ ചിലപ്പോൾ ക്ഷുദ്രകൃതികൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആദ്യം ഏൽപ്പിച്ചു. അദ്ദേഹമാണ് ആദ്യം പബ്ലിഷ് ചെയ്തു തന്നത്. അങ്ങനെ ബംഗാളുമായിട്ട് വൈകാരികമായും സാഹിത്യപരമായും എനിക്കൊരു അടുപ്പം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു ജോലിയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് യോഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ നടപ്പാക്കാനുണ്ടാകും. ഭരണകർത്താക്കൾ, അതായത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടുള്ള നിരന്തരമായ ബന്ധം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം വേണം. ഇതിൻ്റെ ഇടയ്ക്ക് സാഹിത്യ രചന നടത്തുക എന്ന് പറയുന്നത് നടത്താത്ത ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ താങ്കൾ ഇതിന് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണോ അതോ ഒരു സാഹിത്യകാരനാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് താങ്കൾ പുസ്തകങ്ങൾ രചിച്ചു കൂട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 50ഓളം പുസ്തകങ്ങൾ. ഇതിനെങ്ങനെ സമയം കണ്ടെത്തി? ഒരുപക്ഷെ താങ്കളുടെ സിവിൽ സർവീസ് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ഇതിന് വേണ്ടി വന്നിട്ടുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം
ഗ്രന്ഥരചനയ്ക്ക് എങ്ങനെ സമയം കണ്ടെത്തി? അതിൻ്റെ ഉത്തരം എനിക്ക് തന്നത് മാതൃഭൂമിയുടെ ഒരു കാലത്ത് ചീഫ് എഡിറ്ററായിരുന്ന NV കൃഷ്ണവാര്യർ സാറാണ്. ഞാൻ കൊല്ലത്ത് കളക്ടറായിരിക്കെ അദ്ദേഹം വന്ന് കൊല്ലത്തെ ചില പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററായിരുന്നു. പല യോഗങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് പോകാറുണ്ട്. ഒരിക്കൽ ഏതോ ഒരു യോഗം കഴിഞ്ഞ് തിരികെ കാറിൽ വന്നപ്പോൾ കൃഷ്ണവാര്യർ സാർ എന്നോട് ചോദിച്ചു, കളക്ടർ നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്താ എഴുതാത്തത്? ഞാൻ പറഞ്ഞു, സാർ സമയം കിട്ടുന്നില്ല. പിന്നീടാണ് ഞാൻ ഓർത്തത്, സമയം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ മഹാഭാരതം എഴുതുമായിരുന്നു എന്നൊരു ധ്വനിയിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അതിൽ തോളത്ത് തട്ടി കൃഷ്ണവാര്യർ സാർ പറഞ്ഞു, എഴുതാൻ സമയം വേണ്ട, മനസ്സ് മതി. സത്യമാണത്. എഴുതാൻ സമയം വേണ്ട, മനസ്സ് മതി. 50ഓളം പുസ്തകങ്ങൾ എന്നങ്ങ് പറഞ്ഞു. ഇപ്പോൾ 70ആയി. അതെങ്ങനെ എഴുതി എന്ന് എനിക്കും അറിയില്ല. അത് സമയം വേണ്ട, മനസ്സുണ്ടെങ്കിൽ അത് നടക്കും. ഈ പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഞാൻ ഡിക്റ്റേഷൻ കൊടുത്താണ് എഴുതിക്കുന്നത്. അത് എഴുതി അച്ചടിച്ച് കാണുമ്പോൾ, അല്ല ടൈപ്പ് ചെയ്ത് കാണുമ്പോൾ, ഇത് ഞാൻ തന്നെ എഴുതിയതാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു സർഗവാസന അത് ദൈവം തരുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് ഹെവൻ ബോൺ. ആരും ഉണ്ടാക്കിയെടുക്കുന്നതല്ല. എങ്ങനെ എഴുതുന്നു? കവിതകൾ എഴുതാൻ തുടങ്ങി. എനിക്ക് കവിത എഴുതാൻ കഴിയുമെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഒരിക്കൽ ശ്രീ മാലി മാധവൻ നായർ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബോസ് എന്താ കവിത എഴുതാത്തത്? ഞാൻ പറയും, സാർ കവിത എഴുതാൻ എനിക്കറിയില്ല. അങ്ങനെയല്ല, എല്ലാം എഴുതി നോക്കണം. കവിത എഴുതണം, നാടകം എഴുതണം, കഥ എഴുതണം, നോവൽ എഴുതണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവമായി മാത്രം എൻ്റെ മനസ്സിൽ കിടന്നു. അന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാൻ ചാടി എഴുന്നേറ്റ് എന്തൊക്കെ എഴുതി കൂട്ടി. അത് കവിതയായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം സർഗവാസനുള്ളവരാണ്. ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കാം ഉണ്ടാവുക. എങ്കിലും ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ഈ നൈക്കിയുടെ അഡ്വർടൈസ്മെൻറ്റ് പോലെ ജസ്റ്റ് ഡു ഇറ്റ്. അല്ല അതിന് പ്രത്യേകമായ തയ്യാറെടുപ്പോ അല്ലെങ്കിൽ പരിശീലനമൊന്നുമില്ല. അതങ്ങ് സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളത്തെ ഇന്ത്യ എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ താങ്കളെക്കുറിച്ച് പ്രധാനമന്ത്രി തന്നെ ഒരിക്കൽ, നരേന്ദ്രമോദി തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ചതായിട്ട് അറിഞ്ഞത് എ മാൻ ഓഫ് ഐഡിയാസ് എന്നാണ്. താങ്കൾക്ക് തന്നെ താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ ആശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കൊല്ലം കളക്ടറായിരിക്കെ കൊണ്ടുവന്ന ഫയലിൽ നിന്ന് വയലിലേക്ക് എന്ന് പറയുന്ന പരിപാടി, DTPC ടൂറിസം ഒരു പ്രധാനപ്പെട്ട മേഖലയായ കേരളത്തിൽ DTPCകളുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ചിലവ് കുറഞ്ഞ വീടുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മിതി കേന്ദ്രം തുടങ്ങി. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ താങ്കളുടെ അല്ലെങ്കിൽ ഒരു സേവനകാലത്ത് ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും അതേപോലെ നിൽക്കുന്നു, അതിനേക്കാൾ വലുതായ രീതിയിൽ നിൽക്കുന്നു. എന്താണ് നാളത്തെ ഇന്ത്യയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നാളത്തെ ഇന്ത്യ എന്തായിരിക്കണം എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാടിൻ്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും, വന്നു കഴിഞ്ഞു. ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ്. ഇന്ത്യ അതിൻ്റെ ആന്തരിക ശക്തി കണ്ടെത്തിയിരിക്കുന്നു. ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഈസ് ഗോയിങ് ടു ലീഡ് ദ വേൾഡ്. അത് അക്രമത്തിലൂടെ, ആയുധബലത്തിലൂടെയല്ല. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ കല, നമ്മുടെ ആകെ തുകയായ സോഫ്റ്റ് പവർ, മൃദുശക്തി. ഈ മൃദുശക്തിയുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിൽ ലോകരാഷ്ട്രങ്ങൾ 30ാമത്തെ സ്ഥാനം പോലും ഇന്ത്യക്കില്ല. തൊട്ടടുത്ത ചൈന, കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ചൈനീസ് സംസ്കാരം, ചൈനയുടെ മൃദുശക്തി ലോകമെമ്പാടും വ്യാപിപ്പിച്ച് കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയും അതിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ആശീർവാദത്തോടെ കലാക്രാന്തി എന്നൊരു മിഷൻ തുടങ്ങിയിരിക്കുകയാണ്. കല, സംസ്കാരം, പൈതൃകം ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മൃദുശക്തി, സോഫ്റ്റ് പവർ ലോകത്ത് കൊണ്ട് എത്തിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഈ സോഫ്റ്റ് പവർ ആയിരിക്കും ഇന്ത്യയെ ലോകത്തിന് നെറുകയിൽ കൊണ്ട് എത്തിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമതൊന്ന് നമ്മുടെ യുവതലമുറ, നവതലമുറ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതായത് യുവാക്കളെ നോക്കി വേർഡ്സ്വർത്ത് പറഞ്ഞു ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച്, ബ്ലിസ് വാസ് ഇറ്റ് ടു ബി അലൈവ് ഇൻ ദോസ് ഡേയ്സ്, ബട്ട് ടു ബി യങ് വാസ് വെരി ഹെവൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും ചെറുപ്പമുള്ള രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ദി യങ്ങസ്റ്റ് യൂത്ത് പവർ ഇന്ത്യയിലാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ നവതലമുറ
അവർ വളർന്ന് വരുമ്പോൾ, നേതൃത്വം അവരുടെ കയ്യിൽ എത്തുമ്പോൾ ഇന്ത്യയെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് പെർഫോം, റിഫോം, ട്രാൻസ്ഫോം. ആ ട്രാൻസ്ഫോർമേഷനിൽ ഇന്ത്യ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ, നവതലമുറ ലോകത്ത് ആരുടെയും പിന്നിലല്ല, എല്ലാ രംഗങ്ങളിലും അവരുടെ നേതൃത്വമുണ്ട്. അവരുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ നേതൃത്വം വരുമ്പോൾ നിശ്ചയമായും ഇന്ത്യ ഒരു വലിയ രാജ്യമാവും. ഛണ്ട ഊഞ്ചാ രഹേ ഹമാര എന്ന് പറഞ്ഞ് അന്വർത്ഥമാവാൻ പോവുകയാണ് നമ്മുടെ നവതലമുറയിലൂടെ. ഇപ്പോൾ ഈ കലാക്രാന്തിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. അത്തരത്തിലൊരു മിഷൻ പ്രോജക്റ്റ് ഉണ്ടാക്കുകയും അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് 1951 കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് ജനിച്ച ശ്രീ CV ആനന്ദബോസിനെ കുറിച്ചാണ്. 51 കഴിഞ്ഞ് ഒരു പക്ഷേ 10-20 വയസ്സൊക്കെ ആകുമ്പോൾ അന്നത്തെ ഒരു ചെറുപ്പക്കാരനായ ആനന്ദബോസ് സ്വപ്നം കണ്ട ഒരു ഇന്ത്യയിലേക്കാണോ നമ്മുടെ രാജ്യം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? അതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചോദ്യമാണ്. എനിക്ക് ഇന്ത്യയെക്കുറിച്ച് എപ്പോഴും ഉണ്ടായിരുന്നൊരു ധാരണ ഇന്ത്യ ലോകത്തിന് നെറുകയിലാണെന്ന്. എങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം അത് വളരെ ഉദാത്തമാണെന്നും അത് ഉൾക്കൊള്ളണം എന്നും ഒരു തോന്നൽ എനിക്കുണ്ടായി. പിന്നെ ഞാൻ പഠിച്ചത് വൈദികരുടെ സ്കൂളിലും കോളേജിലുമൊക്കെയാണ്, CMI. അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ധൈര്യം നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കും. അന്ന് എനിക്ക് ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്ന ഒരു ധാരണ, ഇന്ത്യയുടെ പാരമ്പര്യം, അതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു അവസരം വന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ കരയോഗം നടത്തുന്ന ഒരു രവിവാര പാഠശാലയുണ്ട്. ആ രവിവാര പാഠശാലയിൽ സംസ്കൃത ശ്ലോകങ്ങൾ കാളിദാസനെ കുറിച്ച് എന്താണെന്ന് അർത്ഥമറിയാതെ തന്നെ പലതും പഠിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലായത് ഇന്ത്യക്ക് ഒരു ആന്തരിക ശക്തിയുണ്ട്. അന്ന് കേട്ട ഒരു കഥയുണ്ട്, നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ദേവിയുണ്ട്, മൂർധാവിൽ. ആ ദേവിയുടെ പേര് തഥാ അസ്തു എന്നാണ്. തഥാ അസ്തു എന്ന് പറഞ്ഞാൽ അതങ്ങനെ നടക്കട്ടെ. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏമൻ എന്ന് പറയുമല്ലോ, അത് തന്നെയാണ് തഥാ അസ്തു, അങ്ങനെ തന്നെ നടക്കട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പറയുകയാണ്, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എനിക്കിതിനാവശ്യമായിട്ടുള്ള യാതൊരു ദ്രവ്യങ്ങളുമില്ല, ആൾബലമില്ല, പണമില്ല, എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ദേവി മൂർധാവിൽ നിന്ന് പറയും തഥാസ്തു, അങ്ങനെ തന്നെ നടക്കട്ടെ. നേരെ മറിച്ച് ഞാൻ ജയിക്കുക തന്നെ ചെയ്യും, ഐ ആം ബോൺ ടു വിൻ, ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് നോ ഫോർ ആൻ ആൻസർ, ഞാൻ ഈ ഉദ്യമത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ദേവി അകത്തു നിന്ന് പറയും തഥാസ്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശക്തി നമ്മുടെ ഉള്ളിലാണ്. ആ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാരതത്തോട്, നമ്മുടെ പൈതൃകത്തോട് ആദരവ് തോന്നും. അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം, ആ ധൈര്യം, അതാണ് എന്നെപ്പോലുള്ള ചെറുപ്പക്കാരെ അന്ന് മുൻപോട്ട് നയിച്ചിരുന്നത്. ഇന്നും നമ്മുടെ ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ തലമുറയിൽ ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞില്ല, ഇന്നത്തെ ചെറുപ്പക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വി ആർ സെക്കൻഡ് നൺ എന്ന് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്കറിയാം, നവതലമുറയ്ക്കറിയാം. ആ ഒരു അഡ്വാൻറ്റേജ് എൻ്റെ സമയത്തുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു ആന്തരിക ശക്തി നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തിലും നമ്മുടെ മേന്മയിലും ഒക്കെ ഒരു ആദരവും അതിൽ നിന്നൊരു ആന്തരിക ശക്തിയും അന്നും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച രീതിയിലാണ് നമ്മുടെ അധ്യാപകരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഇന്ത്യയുടെ ആന്തരിക ശക്തി എന്ന് പറഞ്ഞു, ഏതൊരു നാടിനും അത്തരമൊരു ആന്തരിക ശക്തിയുണ്ട്, ആത്മാവുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ആത്മാവ് അല്ലെങ്കിൽ ആന്തരിക ശക്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചോർച്ചയോ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജ്യം, സഹിഷ്ണുത ഉള്ള രാജ്യം, മതേതരത്വം ഉള്ള രാജ്യം, മറ്റ് ആളുകളെ സഹോദരന്മാരെ പോലെ കാണുന്ന രാജ്യം, അത്തരം ചില മൂല്യങ്ങളിൽ ശോഷണം വന്നിട്ടുണ്ടോ? നമ്മുടെ ആത്യന്തിക മൂല്യങ്ങളിൽ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവാം എങ്കിലും അതിനൊന്നും നാശം സംഭവിക്കില്ല. കാരണം വസുധൈവ കുടുംബകം ഇത്ര ഉദാത്തമായൊരു ലക്ഷ്യം വേറെ ഏത് സംസ്കാരത്തിലുണ്ട്? വസുധൈവ കുടുംബകം, ലോകമേ തറവാട് എന്നൊക്കെ പറയുകയും ഒരുത്തൻ അവനെ കളഞ്ഞ് ഒരിടം രക്ഷിക്കണം, ഇങ്ങനെയൊക്കെ കുഞ്ഞുനാൾ മുതൽ കേട്ട് വളരുന്നവരാണ് നമ്മൾ. അതിനൊന്നും ഒരിക്കലും ഒരു ശോഷണം ഉണ്ടാവില്ല. പിന്നെ സംസ്കാരവും പൈതൃകവും രാഷ്ട്രീയമായി കൂട്ടിക്കഴിയുമ്പോൾ ചില അപജയങ്ങൾ ഉണ്ടാവും. അതായിരിക്കാം ഒരു പക്ഷേ നാം കാണുന്നത്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള മൂല്യം ഭാരതീയ സംസ്കാരത്തിനുണ്ട്. ഭാരതീയ സംസ്കാരം എപ്പോഴും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് കാണുന്ന സംസ്കാരമാണ്. അതിനൊരിക്കലും ഒരു മാറ്റം വന്നിട്ടില്ല. പ്രായോഗിക തലത്തിൽ
ആരെങ്കിലും അത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് യേശുദേവൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ത്യയുടെ സംസ്കാരത്തെ വളച്ചൊടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക മാത്രമേ. അതൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഇന്ത്യ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനതയായി തന്നെ തീരുകയും ഇന്ത്യ ലോകത്തിൻ്റെ ആരാധിക്കപ്പെടുന്ന ലോക ഗുരുവായി മാറിക്കഴിഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ആന്തരിക ശക്തിയുടെ പ്രതിഫലനമാണ്. ഇപ്പോൾ താങ്കളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് ചെറുപ്പകാലത്ത് നമ്മൾ മറ്റാർക്കും പിന്നിലല്ല എന്ന് നമ്മൾക്ക് തോന്നിയത്, അല്ലെങ്കിൽ നമ്മളെ ലോകത്തിന് പിന്നിൽ പിടിച്ചു നിർത്തിയ ഒരു നേതാവ് നമുക്കന്നുണ്ടായിരുന്നു. അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ ആളുകളുടെ രാഷ്ട്രീയത്തിലും ആളുകളുടെ കാഴ്ചപ്പാടിലും ഉണ്ടായ, നേതാക്കളുടെ കാഴ്ചപ്പാടിലും ഒക്കെ ഉണ്ടായ വ്യത്യാസം രാജ്യത്തെ ഏതെങ്കിലും വേറെ വഴിക്ക് നയിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രാജ്യത്ത് എന്തെങ്കിലും തരത്തിൽ നമുക്ക് തിരുത്തേണ്ടതായ കാര്യങ്ങൾ ഈ നേതാക്കളുടെ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്നുണ്ടോ? ചലനാത്മകമായ ഒരു രാജ്യത്ത് തിരുത്തലുകൾ ആവശ്യമാണ്, ഗതിമാറ്റം ആവശ്യമാണ്. അതൊക്കെ സമയാസമയത്ത് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട്, ചില ശക്തികളുമുണ്ട്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ഏറ്റവും കൂടുതൽ ശക്തിയാണ് എന്ന് ഞാൻ കരുതുന്നു. എത്ര വഴിമാറി ഓടാനും നമുക്ക് കഴിയും, ഗതിമാറ്റം നടത്താനാവും, മിഡ് കോഴ്സ് കറക്ഷൻ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും. ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ സമൂഹത്തിൻ്റെ സിംബൽസായിട്ട് മാറാറുണ്ട്. അതെല്ലാ ചലനാത്മകമായ എല്ലാ ഡൈനമിക് സൊസൈറ്റി കാണുന്ന ഒന്നാണ്. എങ്കിലും ഇന്ത്യക്ക് ഒരിക്കലും ഷേക്സ്പിയർ പറയും പോലെ an ever fixed mark which does not alter when it alteration finds. അതാണ് ഭാരതീയത, ഭാരതീയ പൈതൃകം. അതിനൊരിക്കലും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. നേതാക്കന്മാർ മാറും, ഇസങ്ങൾ മാറും, രംഗപ്രവേശനം, എങ്കിലും ഇന്ത്യ, ഭാരതം, ഭാരതീയ സംസ്കാരം അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. മിഷൻ കലാക്രാന്തിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാരെ, യുവജനങ്ങൾ, വളർന്നു വരുന്ന ആൾക്കാർ, അവരെ പല രീതിയിലുള്ള സോഫ്റ്റ് പവർ കൊടുത്ത്, അത് കലയിലാകാം, സാഹിത്യത്തിലാകാം, മറ്റു പല കാര്യങ്ങളിലുമാകാം. പക്ഷേ അത്തരമൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നത്തെ യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് താങ്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? യുവജനങ്ങൾക്ക് കുഴപ്പം എന്നൊന്നില്ല. യുവജനങ്ങളെ നാം നമ്മുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോഴാണ് ചിലതൊക്കെ കുഴപ്പമായിട്ട് തോന്നുന്നത്. അവരവരുടെ നൈസർഗികമായ രീതിയിൽ മുൻപോട്ട് പോകുന്നത് സ്പോണ്ടേനിയസ്ലി. അവരെ അവരുടെ വഴിക്ക് വിടുക. ഖലീൽ ജിബ്രാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമ്പത്ത് കൊടുക്കാം, മറ്റെന്തും കൊടുക്കാം, പക്ഷേ അവൻ്റെ ചിന്ത അവൻ്റേത് മാത്രമായിരിക്കണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദേ ആർ പാത്ത് ഫൈൻഡേഴ്സ്, അവർക്ക് വഴികാട്ടി കൊടുക്കേണ്ടതില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക. അതാണ് യേശുദേവൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ തടയരുത്, അവരെ എൻ്റെ അടുത്തേക്ക് വിടുക. ഇതുതന്നെയല്ലേ ഷേക്സ്പിയർ പറഞ്ഞു, ദ ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മെൻ. ഇതുതന്നെയല്ലേ വൈലോപ്പള്ളി, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുങ്ങളെ തടയാതിരിക്കുക. കുഞ്ഞുങ്ങൾ വഴി പിഴച്ചൊന്നും പോയില്ല, അത് ഉറപ്പാണ്. അവരവരുടെ വഴിക്ക് പോട്ടെ, നല്ല വഴി തിരഞ്ഞെടുക്കാൻ അവർക്കറിയാം. അതുകൊണ്ട് നമ്മൾ മുതിർന്നവർ പോയ വഴി അവർക്ക് കാട്ടിക്കൊടുക്കാത്തതാണ് നല്ലത്. ലെറ്റ് ദം ബി പാത്ത് ഫൈൻഡേഴ്സ്. വി ഹാവ് ട്രെമൻഡസ് ഫെയ്ത്ത് ഇൻ ദ യൂത്ത് ഓഫ് ദിസ് കൺട്രി. ദേ വിൽ ലീഡ് ദ വേ. ഇപ്പോൾ സംരംഭക രംഗത്തൊക്കെ അത്തരത്തിൽ പുതിയ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ വരികയും അവർ വലിയ വിജയമുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. അത് അവരെ അവരുടെ വഴിക്ക് വിടുന്ന മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടും സമൂഹമുള്ളതുകൊണ്ടും അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇക്കോസിസ്റ്റം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടതുകൊണ്ടും ഒക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, ഈ 1990-ലുണ്ടായ ലിബറലൈസേഷന് ശേഷം നമ്മുടെ രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ വന്നു, അല്ലെങ്കിൽ ടെക്നോളജിയുടെ കടന്നുവരവുണ്ട്, നമ്മുടെ ലോകം തുറന്നു. പക്ഷെ പുതിയ ലോകത്ത് ഉണ്ടാകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ ഉള്ള സ്കിൽസ് നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇതില്ല എങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ മിഷൻ കലാക്രാന്തിയിലുണ്ടോ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയണം. കപ്പാസിറ്റി ബിൽഡിംഗ് അത് നടക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ പൂർണ്ണമായ വേണ്ട രീതിയിൽ നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് വളരെ പ്രധാനമായൊരു കാര്യമാണെന്ന് രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. നാം എല്ലാം അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇവിടെ ഓൺട്രപ്രണീർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞ് നാം കുഞ്ഞുങ്ങളെ ഇടിച്ചു താത്തി. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് യുഗം, സ്റ്റാർട്ടപ്പ് റഷ്യം, ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. എത്ര 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് യൂണിക്കോൺസായി മാറിയത് എന്ന് പറഞ്ഞാൽ 100 ബില്യൺ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്നു. കേരളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കി,
ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു മലയാളി തുടങ്ങി വെച്ച ക്യാംകോമാണ്. മലയാളിയാണ്. എത്രയോ മലയാളികൾ, എത്രയോ ഇന്ത്യക്കാർ, അവർ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കഴിഞ്ഞു സ്റ്റാർട്ടപ്പിലൂടെ. അതുകൊണ്ട് ഒരിക്കലും നാം നമ്മളെ ഇടിച്ച് കാണരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടിച്ച് കാണരുത്. അവരവരുടെ വഴിക്ക് വിടുക. ഒരു കാര്യം നാം ആലോചിക്കണം, ഇതൊരു സാഹിത്യ ചർച്ചാ വേദിയാണല്ലോ. ഭാരതം എന്ന പേരെങ്ങനെയുണ്ടായി? ഭാരതം എന്ന പേര് ഭരതകുമാരനിൽ നിന്നുണ്ടായി. ഏത് ഭരതൻ? രാമായണത്തിലെ ഭരതകുമാരനല്ല, ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും മകനായ ഭരതൻ. ഈ കുഞ്ഞിനെ അവൻ്റെ അച്ഛൻ ആദ്യമായി കാണുന്നത് ഒരു സിംഹത്തിൻ്റെ വായ് പിളർന്ന് പല്ലെണ്ണി നോക്കുന്ന ധീരകുമാരനായിട്ടാണ്. ആ കുഞ്ഞിൽ നിന്നാണ് ഭാരതം അതിൻ്റെ പേര് സ്വീകരിച്ചത്. അതുപോലെ ചെറുപ്പം മുതൽ നാം കേട്ട് വളരുന്നതാണ്, ചക്രവ്യൂഹത്തിലേക്ക് കടന്നു ചെല്ലാൻ ഭീമസേനനും അർജുനനും പോലുള്ള വീരന്മാർ മടിച്ചും മറച്ചും നിന്നപ്പോൾ ഞാനൊരു ബാലൻ അശക്തനെന്നാവിലും മാനിയാമനുടെ താതനയോർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം കടന്നു ചെന്ന അഭിമന്യു പയ്യനായിരുന്നു. കുഞ്ഞുങ്ങളിൽ നിന്നാണ് നാം പഠിക്കേണ്ടത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരിക്കലും കുറച്ച് കാണരുത്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മെൻ എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾക്ക് നമ്മോവാകാം. അവരാണ് നമ്മെ മുമ്പോട്ട് നയിക്കേണ്ടത്. അവർക്ക് നമ്മെ മുമ്പോട്ട് നയിക്കാൻ ആവുകയും ചെയ്യും. ഇപ്പോൾ ഈ ഗവർണർ പദവിയിലേക്ക് വന്നാൽ, താങ്കൾ ഒരു വർഷം മുൻപ് ഗവർണർ പദവി, ബംഗാൾ ഗവർണർ പദവി ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഭാഷാ ദിനാചരണത്തിന് ബംഗാളിയെ കൂടുതൽ താങ്കൾ സ്നേഹിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ബംഗാളിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 5 മാസമായപ്പോഴേ താങ്കൾ 2-3 പ്രസംഗങ്ങൾ നടത്തി കഴിഞ്ഞു. അത്തരം ഭാഷാ ദിനാചരണത്തിന് മമതാ ബാനർജിയെ, മുഖ്യമന്ത്രിയെ തന്നെ ക്ഷണിച്ചു. അത് നല്ല രീതിയിൽ അവിടെ സ്വീകരിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് വന്ന വാർത്തകൾ പലതും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റേത് കൂടിയായി മാറി. അത് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, പഞ്ചാബിലുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ സംഭവിച്ചു, ബംഗാളിൽ സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും സർക്കാരുകളും മുഖ്യമന്ത്രിയും ഗവർണർമാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകുന്നത്? ആദ്യം ഞാൻ ബംഗാളിൻ്റെ കാര്യം പറയാം. അവിടെ ഏറ്റുമുട്ടലില്ല. മമതാ ബാനർജി 3 തലങ്ങളിലാണ് ഞാൻ കാണുന്നത്. മമതാ ബാനർജി എന്ന വ്യക്തി, മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി, മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവ്. മമതാ ബാനർജി എന്ന വ്യക്തിയുമായി എനിക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണ് അന്നുമുള്ളത്, ഇന്നുമുള്ളത്. ഒരു മാറ്റവും അതിനുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ജനാധിപത്യത്തിൻ്റെ ബാലൻസിങ് ആക്റ്റാണത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ ഫ്രണ്ട് ഫേസ്, ദൃശ്യമായ മുഖം അവരുടെ ആയിരിക്കണം. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗവർണർ പിന്നണിയിൽ നിൽക്കണം, ഒരിക്കലും മുന്നിലേക്ക് വരേണ്ട ആളല്ല. എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഹീ ഷുഡ് ബി എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു ദി എലക്റ്റഡ് ചീഫ് മിനിസ്റ്റർ. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീക്ഷണവും നോമിനേറ്റ് ചെയ്ത് വരുന്ന ഒരു ഗവർണറുടെ വീക്ഷണവും രണ്ടും രണ്ടാവണം. പലപ്പോഴും കാഴ്ചപ്പാടുള്ള വ്യത്യാസം ഉണ്ടാവും, അത് മനസ്സിലാക്കണം. ഞാനും എൻ്റെ സഹപ്രവർത്തക മമതാ ബാനർജിയുമായി ഞങ്ങൾ തമ്മിൽ ധാരണയുണ്ട്. ലെറ്റ് us എഗ്രി ടു ഡിസഗ്രി. എല്ലാ കാര്യത്തിലും ഒന്നുപോലെ പോകണമെന്നില്ല. ലെറ്റ് us എഗ്രി ടു ഡിസഗ്രി. മമതാ ബാനർജി എന്ന വ്യക്തിയുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധമുണ്ട്. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയുമായി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അത് സ്വാഭാവികമാണ്. മമതാ ബാനർജി എന്ന രാഷ്ട്രീയക്കാരി എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ രത്ന ചുരുക്കം. പക്ഷേ ഈ പല സംസ്ഥാനങ്ങളിലും ഈ ചട്ടിയും കലമാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെങ്കിലും ഈ തട്ടലും മുട്ടലും കുഴപ്പമില്ല. പക്ഷേ ഈ ചട്ടിക്കോ കലത്തിനോ കേടുണ്ടാകുന്ന രീതിയിൽ അത് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം സുപ്രീം കോടതി തന്നെ ഈ കഴിഞ്ഞ മാസം അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നു പഞ്ചാബ് ഗവർണറുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ തമിഴ്നാട് ഗവർണറുടെ കാര്യത്തിൽ. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞു, അതിൻ്റെ ഉത്തരം മുത്തശ്ശിമാർ തന്നിട്ടുണ്ട്. ഈ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ. മുത്തശ്ശിമാർ പറയുന്നു, മൺകുടം ഉടഞ്ഞാൽ പൊട്ടിപ്പോവും, പൊൻകുടം വിളക്കി ചേർക്കാം. അപ്പം ഗവർണർമാരും മുഖ്യമന്ത്രിമാരും തീരുമാനിക്കണം, നാം മൺകുടമാകണോ പൊൻകുടമാകണോ. പൊൻകുടം ഉടഞ്ഞാലും ഇളക്കി ചേർക്കാം. എല്ലാത്തിനും ജനാധിപത്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒന്നും ആത്യന്തികമായി നശിക്കുന്നില്ല. ഡെമോക്രസി ഹാസ് ഇൻബിൽറ്റ് പവേഴ്സ്. ഏത് സാഹചര്യത്തെയും നേരിടാനും അതിന് ഫലപ്രദമായ പരിഹാരം കണ്ടെത്താനുള്ള ആന്തരിക ശക്തി ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അതിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ
ബഹുജനം പലവിധം. സംസ്ഥാനങ്ങളുടെ ശൈലിയും മറ്റൊന്നാവാം. അവിടെ ചില പൊട്ടിത്തെറികളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായെന്ന് വരാം. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ പുരോഗതിയുടെ പാതയിലുണ്ടാകുന്ന സ്വാഭാവികമായ പരിണാമങ്ങൾ എന്ന് മാത്രം കരുതിയാൽ മതി. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു സംസ്ഥാനത്തെ നിലയല്ല മറ്റൊരു സംസ്ഥാനത്ത്. അതുകൊണ്ട് ആ താരതമ്യം, കമ്പാരിസൺ ഈസ് ഓഡിയസ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും മുൻപോട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പിന്നെ കോടതിയുടെ ഇടപെടൽ, കോടതി ഇടപെടണമല്ലോ, അതിനല്ലേ കോടതി. ഒരു തർക്കമുണ്ടായാൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ ഒരു മധ്യസ്ഥൻ വേണം. അത് ഭരണഘടന പറയുന്നത് കോടതിയാണ്. അതുകൊണ്ട് ഈ കോടതിയിൽ പോകുന്നതും കേസുണ്ടാകുന്നതും ചിലപ്പോഴൊക്കെ ചില കശപിശ ഉണ്ടാകുന്നൊരു വലിയ ആശങ്കയ്ക്ക് കാരണമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഭരണഘടനയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ഫെഡറൽ സിസ്റ്റത്തെ, ഫെഡറൽ മൂല്യങ്ങളെ ഗവർണർ പദവിയിലിരിക്കുന്ന ആളുകൾ തകർക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി ഗവർണർമാരെ ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനമാണ് വരുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ ഒക്കെ തീരുമാനമെടുത്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പലപ്പോഴും ഉയർന്നു വരുന്ന വിമർശനം, ഈ ഗവർണർ പദവി തന്നെ ആവശ്യമില്ല, അത് ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്നതാണ്, ഗവർണർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്. അത് ഇന്ന് മാത്രമല്ല, ഇന്ന് കുറെ കൂടെ ശക്തമായി വരുന്നു. ഇതിനു മുൻപ് കോൺഗ്രസ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഗവർണർ എന്ന പദവി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് പെട്ടെന്നല്ല. വളരെ ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് അംബേദ്കർ ഇങ്ങനെയൊരു തസ്തിക വേണം എന്ന് ശുപാർശ ചെയ്തത്. ഞാൻ ഗവർണറാകുന്നതിന് മുമ്പ് ഇതൊക്കെ വായിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അതിൽ ചിലരൊക്കെ ഉയർത്തിയ ശക്തമായ പോയിന്റുകൾ എല്ലാം പ്രഗത്ഭരാണ്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പ്രസംഗിച്ചവരുടെ പ്രസംഗം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. മൂന്ന് രീതിയിൽ ഗവർണർമാരെ എടുക്കാം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, ഗവർണർമാരെയും മുഖ്യമന്ത്രിയെ പോലെ തിരഞ്ഞെടുപ്പിലെ ഡയറക്റ്റ് ഇലക്ഷൻ. 2, തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ 4 പേരെ അവർ തിരഞ്ഞെടുക്കുക. ആ 4 പേരുടെ പേര് പ്രസിഡന്റിന് കൊടുക്കുക. അതിലൊരാളെ പ്രസിഡന്റ് ഗവർണറായിട്ട് നിയമിക്കും. 3ാമത്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണർ വേണ്ട, നോമിനേറ്റ് ചെയ്യപ്പെട്ട ഗവർണർ മതി എന്ന് തീരുമാനിക്കാൻ കാരണം, ഇന്ത്യൻ ഭരണഘടന നടപ്പാക്കുമ്പോൾ എന്തെങ്കിലും ചില അസ്വാരസ്യങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ അതിൽ മധ്യസ്ഥനായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേണം. അതാണ് ഗവർണർ. ഗവർണർ പദവി ഇങ്ങനെ ആക്കുമ്പോൾ ഗവർണർ ഒരു വെറും സെറിമോണിയൽ ഓഫീസല്ല. അങ്ങനെ യാതൊരു പ്രയോജനമില്ലാത്ത ഒരു സിനക്യൂർ, ഒരു ആലങ്കാരികമായ ഒരു ഓഫീസ് നമ്മുടെ അംബേദ്കറെ പോലുള്ള ഒരാൾ ഉൾപ്പെടുത്തും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഗവർണർക്ക് ചില ഡിസ്ക്രിഷണറി പവേഴ്സ് കൊടുത്തു. ഈ ഡിസ്ക്രിഷണറി പവേഴ്സ് പ്രസിഡന്റിന് പോലും ഇല്ല. അപ്പോൾ ഇഫക്റ്റീവായ റബ്ബർ സ്റ്റാമ്പായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ സന്ദർഭങ്ങളിൽ ഇടപെടാനും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനുമുള്ള ഒരു തസ്തികയാണ്. ഫെഡറലിസം സംരക്ഷിക്കേണ്ട ചുമതല ഗവർണർക്കുണ്ട്. ഒരു ഗവർണർക്ക് കേന്ദ്രവും സംസ്ഥാനവുമായി ഒരു മഴവിൽ പാലം സൃഷ്ടിക്കാൻ കഴിയും. ആ റോളിലേക്ക് ഗവർണർ പോയാൽ ഗവർണർ എന്ന സങ്കല്പത്തിന് ഒരു പുതിയ അർത്ഥം വരും, പുതിയ മാനം വരും. അതൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. എത്രയോ ഗവർണർമാർ സംസ്ഥാന ഗവൺമെൻറ്റുകളോ വളരെ നല്ല രീതിയിൽ പോയി. ചിലരൊക്കെ ഇടഞ്ഞിട്ടുണ്ട്, ഇടഞ്ഞവർ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ചലനാത്മകമായ പ്രക്രിയയാണ്. ഗവർണർ സ്ഥാനം ആലങ്കാരികമല്ല. ഗവർണർ സ്ഥാനം ഫെഡറലിസത്തെ ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ ഒരു തസ്തികയാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ആത്യന്തികമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഭരണകൂടവും അതുപോലെ തന്നെ ഗവർണർ പദവിയും എല്ലാം ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ ഇത് വേണ്ട സമയത്ത് പാസ്സാക്കി കൊടുക്കുന്നില്ല, അംഗീകാരം കൊടുക്കുന്നില്ല, തടഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ബംഗാൾ സ്പീക്കറായ ബിമൻ ബാനർജി പറഞ്ഞത് 22 ബില്ലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് നവംബറിൽ പറഞ്ഞത്. കേരളത്തിലും അത്തരത്തിൽ ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഈ ബില്ലുകളുടെ കാര്യത്തിൽ എന്തിനാണ് ഗവർണർമാർ ഇത്തരം ഒരു കടുംപിടുത്തം? ഇപ്പോൾ ബില്ലുകളുടെ കാര്യത്തിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ച് എന്ത് ചെയ്യണം എന്ന് ആർട്ടിക്കിൾ 200 പറയുന്നുണ്ട്. 1980-കളിൽ വന്ന സർക്കാരിയ കമ്മീഷൻ, 2010-ൽ വന്ന പൂഞ്ചി കമ്മീഷൻ, ഇതെല്ലാം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ബില്ലുകൾ, നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ എന്തിനാണ് ഗവർണർമാർ അനാവശ്യമായി തടഞ്ഞു വെക്കുന്നത്? അത്തരത്തിലുള്ള ആക്ഷേപമാണ് ഗവർണർമാർക്കെതിരെ വരുന്നത്. ആദ്യം ബംഗാളിൻ്റെ കാര്യം പറയാം. ഗവർണറുടെ പക്കൽ 22 ബില്ലുകൾ ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് സ്പീക്കർ പറഞ്ഞു. പിറ്റേന്ന് തന്നെ
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബിമൻ ബാബു, അങ്ങയുടെ ഓഫീസ് ഒന്ന് പരിശോധിക്കുക. ഒരൊറ്റ ബില്ല് പോലും രാജ്ഭവനിൽ തടഞ്ഞു വെച്ചിട്ടില്ല. വന്ന ബില്ലുകളെല്ലാം ചില ക്ലാരിഫിക്കേഷൻസ് ചോദിച്ച് അതത് വകുപ്പുകൾക്ക് അയച്ചു. ആ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന മുറയ്ക്ക് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ബില്ലുമായി എൻ്റെ അടുത്ത് വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അന്നേരം തന്നെ ബില്ല് ക്ലിയർ ചെയ്ത് വിട്ടു. ഇത് പലതും നമ്മുടെ അടിസ്ഥാനമായ വസ്തുതകൾ പരിശോധിക്കാതെ പറയുന്നതാണ്. ബംഗാൾ രാജ്ഭവനിൽ എളിയവനായ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഒരൊറ്റ ബില്ല് പോലും തടഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ തടഞ്ഞു വെച്ചു എന്ന് പറയുന്ന ബില്ലുകളില്ല. 6 എണ്ണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റിന് അയച്ചതാണ്. അതെല്ലാം ഇപ്പോൾ വരുന്ന ഗവർണർ ചുമതലയിൽ വെച്ചാൽ ശരിയല്ല. ഞാനിത് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യമാക്കി. ഒരു ബില്ല് പോലും ഇവിടെ ഇല്ല. പിന്നെ ഐ വിൽ ക്ലിയർ ഓൾ ദ ബിൽസ്, വാട്ട് എവർ ബിൽസ് ആർ പാസ്ഡ് ബൈ ദി അസംബ്ലി. പക്ഷേ ഗവൺമെൻറ്റിനോട് ഞാൻ പറഞ്ഞു, ആസ് എ ഗവർണർ ഐ വിൽ സപ്പോർട്ട് വാട്ട് ഗവൺമെൻറ് ഡസ്, നോട്ട് വാട്ട് എവർ ഇറ്റ് ഡസ്. ഒരു വ്യത്യാസമുണ്ട്. ഒരു ബില്ല് അസംബ്ലി പാസ്സാക്കിയാലും അതിലെന്തെങ്കിലും അപാകതകളുണ്ടോ, പാടിച്ചകളുണ്ടോ എന്ന് ചോദിക്കാനും വിശദീകരണം തേടാനുള്ള അവകാശവും കടമയും ഗവർണർക്കുണ്ട്. അത് അനാവശ്യമായി താമസിപ്പിക്കുന്നതാണോ അതോ ഇങ്ങനെ താമസിക്കുന്നതാണോ എന്ന് നോക്കണം. പൊതുവെ ഒരു ധാരണയുണ്ട്, ഗവർണർമാർ ഇങ്ങനെ താമസിപ്പിക്കുന്നത്. എനിക്കെതിരെയും ഇങ്ങനെ ഒരു കേസ് സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത്, ലെറ്റ് ദ ഗവർണർ ആൻഡ് ചീഫ് മിനിസ്റ്റർ മീറ്റ് ഓവർ എ കപ്പ് ഓഫ് കോഫി ആൻഡ് സെറ്റിൽ ഇറ്റ് എന്നാണ്. ഞാനും മമതാ ബാനർജി മെറ്റ് ഓവർ എ കപ്പ് ഓഫ് കോഫി. കോടതി പറഞ്ഞ് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല, ചായ കുടിച്ചത്. ആൻഡ് വി സെറ്റിൽഡ് മെനി തിങ്സ്. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാവുന്ന കാര്യമല്ല. ചിലതിനൊക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചില ബില്ലുകൾ അന്നത്തെ വികാരത്തിനനുസൃതമായി പാസ്സാക്കിയതാണെങ്കിൽ അത് തിരിച്ചയക്കാൻ ഗവർണർക്ക് ചുമതലയുണ്ട്, കടമയുണ്ട്. രണ്ടാമതും പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ. അതാണ് വ്യവസ്ഥ. പിന്നെ ചില ബില്ലുകൾ പ്രസിഡന്റിന് അയക്കാം, അപൂർവമായി അങ്ങനെ അയക്കാറുള്ളൂ. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഒരു ബില്ല് പോലും അങ്ങനെ അയച്ചിട്ടില്ല. കഴിവതും സംസ്ഥാനത്ത് തന്നെ തീർക്കാനാണ് ശ്രമം. ഈ പരസ്പരം മനസ്സിലാക്കാതെ ചെളിവാരി എറിയുമ്പോഴാണ് പ്രശ്നം സങ്കീർണമാകുന്നത്, ഗുരുതരമാകുന്നത്. ഗവർണർക്ക് ചില അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും അധികാരങ്ങളുണ്ട്, അവകാശമുണ്ട്. രണ്ടും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റണം. അതാണല്ലോ പറഞ്ഞു, ചട്ടിയും കലമാണ്, തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അങ്ങനെ ഇരിക്കണം. അല്ല, അപ്പം മമതാ ബാനർജിയെ പോലൊരു അതിശക്തയായ മുഖ്യമന്ത്രി അവിടെ ഗവർണറായി താങ്കൾ ഇരിക്കുന്നു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ താങ്കളെക്കുറിച്ച് കേട്ടിട്ടുള്ളത് താങ്കൾ ഒരു ഫലിതപ്രിയനാണ് എന്നുള്ളതാണ്. അത്തരം ഫലിതങ്ങളിലൂടെയെങ്കിലും ഒക്കെ ഈ ഒരു മഞ്ഞുരുക്കത്തിന് സാധ്യമാകുമോ? അല്ലെങ്കിൽ അതൊക്കെ ഈ മമതാ ബാനർജിയുടെ അടുത്ത് പറ്റുമോ? എനിക്ക് എൻ്റെ സഹപ്രവർത്തക മമതാ ബാനർജി എന്ന വ്യക്തിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമേ പറയാനുള്ളൂ. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഒരിക്കലും അതിന് ഉലച്ചിൽ തട്ടിയിട്ടില്ല. എന്നോട് ഒരിക്കലും ധിക്കാരമായിട്ടോ ഒന്നും ഒരിക്കലും സംസാരിച്ചിട്ടില്ല. പിന്നെ ഈ സെൻസ് ഓഫ് ഹ്യൂമർ അതെപ്പോഴും നല്ലതാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി, സെൻസ് ഓഫ് ഹ്യൂമറിന് ഒപ്പം രാഷ്ട്രീയക്കാരനാണെങ്കിൽ സെൻസ് ഓഫ് റൂമറും വേണം. ഇത് രണ്ടും സമന്വയിച്ചുകൊണ്ട് പോകാൻ കഴിയണം. നിശ്ചയമായ നല്ല ബന്ധമാണ്. ഈ നർമ്മബോധം നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് അവനവനെ തന്നെ നോക്കി ചിരിക്കാൻ കഴിയണം. മറ്റുള്ളവരെ അധിക്ഷേപിക്കരുത്. ഞാൻ കഴിവതും നർമ്മം പറഞ്ഞാൽ എന്നെ തന്നെ ഇകഴ്ത്തിക്കൊണ്ട് പറയാണ് പതിവ്. മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തടി തപ്പി നിൽക്കണം. ഈ നമ്മുടെ രാജ്യത്ത് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ പ്ലൂറാലിറ്റിയെക്കുറിച്ചാണ്, ബഹുസ്വരതയെക്കുറിച്ചാണ്. ഈ ഇന്ത്യ രാജ്യത്ത് അതിനൊരു വലിയ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്പേസ് ദിനം പ്രതി ചുരുങ്ങി വരുന്നു. അതൊരു ഷ്രിങ്കിങ് സ്പേസ് ആണ് എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങളിലൂടെ ബോധ്യപ്പെട്ടതാണ്. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ മാതൃഭൂമിയുടെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തീം തന്നെ എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയുടെ സഞ്ചാരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾ ഈ പുതിയ കാലത്ത് യുവജനത എങ്ങനെ വളരണം, അതിനെക്കുറിച്ച് മിഷൻ കലാക്രാന്തി ഉണ്ടാക്കുന്നു, അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നു, അത് നടപ്പാക്കുന്നതിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ തന്നെ പലപ്പോഴും ബംഗാൾ ഗവർണർ എന്ന രീതിയിലും ഒക്കെ സംസാരിക്കുന്നു. പക്ഷേ ഈ ഒരു ബഹുസ്വരമായ സമൂഹത്തിലേക്ക് ഈ യുവജനങ്ങൾ വളർന്നു വരുന്നതിനെക്കുറിച്ച്, അത് അവർ ഒരു നല്ല ലോകത്താണോ വളരുന്നത്, ബഹുസ്വരത വേണ്ട രീതിയിലുണ്ടോ എന്നുള്ള കാര്യം താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ ഭാവി ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ? ബഹുസ്വരത ഇന്ത്യയുടെ മുഖമുദ്രയാണ്. എക്കാലവും അങ്ങനെയായിരുന്നു. ഗാന്ധിജിയും പറഞ്ഞു, ഈശ്വർ അള്ളാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ. ശരിയാണ്. ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ
മാത്രമല്ല, ഒരിക്കലും അങ്ങനെ ആയിരുന്നിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ വസുധൈവ കുടുംബകം എന്ന് പറയുന്നത്. ബഹുസ്വരത ഇന്ത്യയെ നയിക്കണം. ഇന്ത്യ മതേതര രാഷ്ട്രമായത് മതേതരം എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ടല്ല. ഇന്ത്യയുടെ മനസ്സ് മതേതരമാണ്. എന്തിന്? ഹിന്ദു മതത്തെ തള്ളിപ്പറയുന്നവർക്ക് പോലും ഹിന്ദു മതത്തിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിലെയും ക്രൂസിബിൾ ഓഫ് കൾച്ചേഴ്സ്, മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. അതിനൊരു ഇടിമം ഉണ്ടായതായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കൊഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എല്ലാ രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ റിലിജൻ ഇൻവേഡ്സ് പൊളിറ്റിക്സ്, ദ റിസൾട്ട് ഈസ് റിഫൈൻമെൻറ്റ്. ഈ പൊളിറ്റിക്സ് ഇൻവേഡ്സ് റിലിജൻ, ദ റിസൾട്ട് ഈസ് കവേഴ്സ് എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് എ വെരി സട്ടിൽ ഇക്വേഷൻ. ഒരിക്കലും മതത്തെ ക്ഷണികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയുടെ സംസ്കാരം അത് അനുവദിക്കുന്നില്ല. വസുധൈവ കുടുംബകം എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിനെന്തെങ്കിലും ഒരു കോട്ടം തട്ടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇന്ത്യ ഒന്നാണ്. ഇന്ത്യ ഒന്നായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഝണ്ട ഊഞ്ചാ രഹേ ഹമാര. ബംഗാളിലെ ഗവർണർ എന്നുള്ള രീതിയിൽ താങ്കളെ അറിയപ്പെടുന്നത് ഗ്രൗണ്ട് സീറോ ഗവർണർ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനൊരു വിശേഷണം താങ്കൾക്ക് അവിടെ ചെന്ന് ഈ ഒരു വർഷത്തിനുള്ളിൽ കിട്ടിയത്? പല പല പേരുകൾ കിട്ടിയിട്ടുണ്ട്. DM ഗവർണർ എന്ന് പറയാറുണ്ട്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാനിവിടെ ഇറങ്ങിച്ചെല്ലും. അത് പണ്ട് മുതൽ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. വയലിൽ നിന്ന് വയലിലേക്ക്, ഗ്രാമോത്സവം തുടങ്ങിയ പദ്ധതികളൊക്കെ ഞാൻ സബ് കളക്ടറും കളക്ടറൊക്കെ ആയിരുന്നപ്പം നടപ്പാക്കിയപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥന്മാർ തന്നെ ചോദിച്ചിട്ടുണ്ട്, താൻ എന്തിനാ ഇങ്ങനെ ഇവരുടെയൊക്കെ ഇടയ്ക്കോട്ട് ഇറങ്ങിച്ചെല്ലുന്നത്, ജനങ്ങളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങിച്ചെല്ലുന്നത്? പല നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജനങ്ങളെ കാണുന്നത് ഇഷ്ടമാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ് എനിക്ക് വലിയൊരു സായുജ്യം പോലെയാണ്. ഒരുപക്ഷെ എൻ്റെ അമ്മൂമ്മ എപ്പോഴും പറയും, ദൈവത്തെ നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്തു കൊടുക്കുക, അതിൻ്റെയൊക്കെ ഗുണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ എനിക്ക് ജനങ്ങളെ കാണുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു. ഇലക്ഷന് മുമ്പ് വ്യാപകമായ അക്രമങ്ങളുണ്ടായി, വെടിവെപ്പുണ്ടായി, കൊലപാതകമുണ്ടായി, അടിപിടിയുണ്ടായി. അപ്പോഴൊക്കെ ഞാൻ നേരെ ഫീൽഡിൽ ചെല്ലും. അന്നാണ് പത്രക്കാരൻ ഈ ഗ്രൗണ്ട് സീറോ ഗവർണർ എന്ന് പേരിട്ടത്. അത് ഞാൻ അഭിമാനിക്കുന്നു. രാവിലെ 6 മണിക്ക്, വെളുപ്പിന് 6 മണിക്ക് എൻ്റെ മോട്ടോർ കേട് വഴിയിലുണ്ടാവും. ആർക്ക് വേണമെങ്കിലും കൈ കാണിക്കാൻ നിർത്തും. ചിലരൊക്കെ പറയും, സാർ ഇവിടുന്ന് അരമണിക്കൂർ അല്ല 3 കിലോമീറ്റർ അപ്പുറേ ബോംബുമായിട്ട് ആളുകൾ നിൽക്കുന്നു. ശരിയാവാം, തെറ്റാവാം. ഞാൻ അങ്ങോട്ട് വിടും. 2-3 സ്ഥലത്ത് ഞാൻ കണ്ടു, ബോംബുമായിട്ട് ആളുകൾ നിൽക്കുകയാണ്. മോട്ടോർ ഗൈഡ് കാണുമ്പോൾ ഓടിപ്പോകുന്നു. അപ്പോൾ ഞാനിത് എന്നെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശകലം ഉറക്കളച്ചാലും വേണ്ടില്ല. അങ്ങനെയാണ് ഗ്രൗണ്ട് സീറോ ഗവർണർ എന്ന പേര് കിട്ടിയത്. എനിക്കതിൽ അഭിമാനമുണ്ട്. ഞാൻ ഗ്രൗണ്ട് സീറോ ഗവർണർ തന്നെയാണ്. ഒരിക്കൽ എൻ്റെ സഹപ്രവർത്തക മമതാ ബാനർജി അവർ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ വഴി നിൽക്കുകയാണ്. 2 മണിക്കൂറായിട്ട് ഞാൻ വഴിയിലാണ്. കാരണം ഒരു വലിയ കെട്ടിടത്തിൽ തീ പിടിച്ചു. ആ തീ ആളെ പടർന്നാൽ അറിയുക, കൽക്കട്ട മുഴുവൻ കത്തും. ഞാൻ അവിടെ ചെന്നു, വെറുതെ കാഴ്ചക്കാരനായിട്ടല്ല, അവിടെ ചെന്ന് നിന്നു. ഫയർ എഞ്ചിൻ വരുത്തി, പോലീസ് അറേഞ്ച്മെൻറ്റ് ചെയ്തു. ഇതറിഞ്ഞ എൻ്റെ സഹപ്രവർത്തക ഹെലികോപ്റ്ററിലെടുത്ത് അവരവിടെ വന്നു. എന്നോട് അവരുടെ സോളിഡാരിറ്റി അറിയിക്കാൻ മാത്രം വന്നതാണ്. വഴിയിൽ നിൽക്കുക എന്നൊരു അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. നിശ്ചയമായും വഴിയിൽ തന്നെയായിരിക്കും ഞാൻ ഇനിയും അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രോഗ്രാം കട്ട് ഷോട്ട് ചെയ്ത് ഇന്ന് തന്നെ കൽക്കട്ടയ്ക്ക് പോകുന്ന വഴിയിലേക്ക് പോകാൻ തന്നെയാണ്. അവിടെ ഒരു സ്ഥലത്ത് സ്ത്രീകളെ ആക്രമിച്ചിരിക്കുന്നു, സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ വഴിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവരെ കാണും, അവരുടെ വീട്ടിൽ പോകും, അവരുടെ കൂടെ നിൽക്കും. ഐ ആം എ ഗ്രൗണ്ട് സീറോ ഗവർണർ. ഐ ടേക്ക് പ്രൈഡ് ഇൻ ബീയിങ് വിത്ത് ദ പീപ്പിൾ. അത് ജനങ്ങളുമായിട്ട് ഇപ്പോൾ താങ്കളുടെ കൊല്ലത്ത് കളക്ടറായിരിക്കുമ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ഫയലിൽ നിന്ന് വയലിലേക്ക്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പദവിയിലിരിക്കുമ്പോൾ, അത് ഗവർണർ പദവിയാണെങ്കിൽ പോലും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, അവരുടെ വിഷമങ്ങൾ അറിയുക, അവരുടെ വേദന അറിയുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായ ഒരു മനുഷ്യപ്രവൃത്തി കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില വാർത്തകളൊക്കെ താങ്കളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും. ഈ പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടി ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുക, ഇപ്പോൾ കൊല്ലത്ത് നിലമേലിൽ ഗവർണർ ഒരിടത്ത് കുത്തിയിരുന്ന് അവർക്കെതിരെ കേസെടുക്കുന്നത് വരെ, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് വരെ അവിടെ പ്രതിഷേധിച്ച് അവിടെ ഇരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ താങ്കളും ചെയ്യുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ? ഞാൻ ഇവിടുത്തുകാരനല്ല, മാവിലായിക്കാരനാണ്. ഇവിടെ അങ്ങനെയൊക്കെ നടന്നു. അപ്പോൾ നാട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലേ, പ്രത്യേകിച്ച് ഒരു ഗവർണർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ? Thank you for the question.
അറിഞ്ഞിട്ടില്ല. വഴിയേ പറയാം. ഓക്കെ. ഈ ബംഗാളിൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് താങ്കൾ CV ആനന്ദബോസ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അവിടെ അവർക്ക് ഇവിടെ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കൂടുതൽ ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ സുരക്ഷിതരാകുന്നു. പക്ഷേ അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അവിടെ ഗവർണർ എന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എവിടെ പോയാലും ഗവർണർഷിപ്പ് എടുത്തതിന് ശേഷം ഏത് സംസ്ഥാനത്തിന് പോയാലും കേരളം ഉൾപ്പെടെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അവിടുത്തെ ബംഗാളി തൊഴിലാളികളെ കാണുക, അവരുമായിട്ട് സംവദിക്കുക എന്നതാണ്. അവർക്ക് മാത്രമായി ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് അവർ എന്ത് പരാതി അയച്ചാലും പെട്ടെന്ന് നടപടി എടുക്കാറുണ്ട്. പലർക്കും സാമ്പത്തിക സഹായം കൊടുക്കാറുണ്ട്, വിദ്യാഭ്യാസ സഹായം കൊടുക്കാറുണ്ട്. അവർക്ക് വരാൻ പറ്റുന്ന, മുട്ടാൻ പറ്റുന്നൊരു വാതിലാണ് രാജ്ഭവൻ എന്നൊരു തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ടി പല പദ്ധതികളും രൂപീകരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പ്രവാസി ബംഗാളികൾ എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ഒരു അസറ്റാണ്. അതിനെക്കുറിച്ച് ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ബംഗാളികൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും വരേണ്ടി വരുന്നത്? അത് ബംഗാളിൽ അവർക്ക് തൊഴിലവസരം ഇല്ലാഞ്ഞിട്ടല്ലേ? ഇതിലൊക്കെ ചില സത്യമുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ സഹപ്രവർത്തക മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും എവിടെ പോയാലും പ്രാമുഖ്യം കൊടുക്കുന്നത് പ്രവാസികളായ ബംഗാളികൾക്ക് ആയിരിക്കും. ഓക്കെ. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്ന് ചില ചോദ്യങ്ങൾ കൂടി എടുക്കാമെന്ന് തോന്നുന്നു. പ്ലീസ്. മൈക്ക്. നമസ്കാരം സർ. കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികൾ ഒരു കാലഘട്ടത്തിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാലത്ത് തമിഴ്നാട്ടിലെ തൊഴിലാളികൾ കേരളത്തിൽ കുറവാണ്. പക്ഷെ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ബംഗാളി തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അത് വളരെയധികമുണ്ട്. സത്യത്തിൽ അത് ഒരു ബംഗാളിൻ്റെ എന്താണ് അതിൻ്റെ പ്രശ്നം സർ? സാമൂഹ്യ ക്രമങ്ങളിൽ കാലാകാലങ്ങളായി മാറ്റമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പരിണാമ പ്രക്രിയ മാത്രമാണത്. അത് താൽക്കാലികമാണ്. എന്തുകൊണ്ട് കേരളത്തിലെ തൊഴിലാളികൾ ഗൾഫിലേക്ക് പോകുന്നു, അതുപോലെ തന്നെയാണ് ബംഗാളിലെ തൊഴിലാളികൾ ഇങ്ങോട്ടും വരുന്നത്. മൈഗ്രേഷൻ ഈസ് എ ഫാക്ട് ഇൻ ഗ്ലോബലൈസേഷൻ. അതിൻ്റെ ഭാഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. പിന്നെ ബംഗാളിൻ്റെ സാമ്പത്തിക നിലയെ വിമർശിക്കാനുള്ള ഒരു ഉപാധിയായും ഇതിനെ കാണാറുണ്ട്. ഒരു പരിധിവരെ ശരിയാണ്. ബംഗാൾ അതിൻ്റെ നയപരിപാടികൾ മാറ്റി അവിടെ തന്നെ തൊഴിലാളികളെ നിലനിർത്തക്ക രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ഈ ഒഴുക്ക് തടയാൻ കഴിയും. ചിലപ്പോൾ ഈ ഒഴുക്ക് സംസ്ഥാനത്ത് നല്ലതുമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികൾ, വിദഗ്ധർ ഗൾഫിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു. ഒരു കണക്കിന് കേരളത്തിൽ നല്ലതല്ലേ? മണി ഓർഡർ എക്കോണമി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചാലും അവർ മണി ഓർഡർ അയക്കുന്നതുകൊണ്ടല്ലേ നമ്മുടെ രാജ്യത്ത് സേവന മേഖലയിൽ മുൻപോട്ട് നിൽക്കാൻ കഴിയുന്നത്. ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് നോക്കേണ്ടത്. ഇപ്പോൾ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമ്പത്തികമായുമുള്ള ഇൻഡെക്സ് മാത്രമല്ല. ഭൂട്ടാനിലെ രാജാവാണ് ആദ്യം പറഞ്ഞത് നമ്മുടെ സന്തോഷത്തിൻ്റെ ലെവല് ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. ആ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തെ പുച്ഛിക്കുന്ന മണി ഓർഡർ എക്കോണമിയൊക്കെ നല്ലതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ബംഗാളിനെ കുറ്റം പറയാൻ ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരുങ്ങുന്നില്ല. പക്ഷേ ബംഗാളിൽ തൊഴിലുറപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് തൊഴിലാളികൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നത്. അതിൽ ഒരു ന്യായമുണ്ട്. മാത്രമല്ല ഇവിടെ കൂടുതൽ ശമ്പളം കിട്ടുന്നു. ബംഗാളിൽ 250 രൂപ കിട്ടുന്ന സ്ഥലത്ത് കേരളത്തിൽ 800 850 കിട്ടുന്നു. അപ്പം ന്യായമായും ആളുകൾ ഇങ്ങോട്ട് ഒഴുകുക എന്നത് സ്വാഭാവികം. പക്ഷേ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായേക്കാം. ബംഗാളിൻ്റെ നയപരിപാടികൾ മാറ്റിയാൽ അവിടെ സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, മൾട്ടി സ്കില്ലിംഗ്, ട്രെയിനിങ്, റീട്രെയിനിങ്, മൾട്ടി ട്രെയിനിങ് ഇതൊക്കെ സമർത്ഥമായി ഫലവത്തായി നടപ്പാക്കിയാൽ ഒരു പക്ഷേ റിവേഴ്സ് ട്രെൻഡും വരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്ന് കൂടുതൽ പണം ബംഗാളിലേക്ക് പോന്നോട്ടെ എന്ന് വിചാരിക്കുമോ? കേരളത്തിൽ നിന്ന് പണം ബംഗാളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ബംഗാളിൽ നിന്നുള്ള വൈദഗ്ധ്യം ഇങ്ങോട്ട് എടുക്കുന്നുണ്ടല്ലോ. ഹലോ സർ, ഞാൻ ചോദ്യം ചുരുക്കി പറയാം. സാറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു ശരാശരി ബംഗാളിയും ശരാശരി
മലയാളിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ഒന്ന് പറയാമോ? സാർ ഒരു എഴുത്തുകാരനും കൂടി ആയതുകൊണ്ടാണ് ബിയോണ്ട് ഗവർണർ ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ്. സോ അതുകൊണ്ട് രാഷ്ട്രീയം, ഭക്ഷണം, സാഹിത്യം, ഈ 3 കാര്യങ്ങളിൽ ബംഗാളിയും മലയാളിയും ഏതാണ്ട് ഒരുപോലെയാണ്. ചോറും മീനുമാണ് മലയാളികൾക്ക് ഇഷ്ടം, ചോറും മീനുമാണ് ബംഗാളികൾക്കും ഇഷ്ടം. രാഷ്ട്രീയം അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സംസ്കാരം, സാംസ്കാരികമായി ഏറ്റവും ഉയർന്ന മാനദണ്ഡം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. കേരളവും അതുപോലെ തന്നെയാണ്. എന്ന് മാത്രമല്ല, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കഥയുണ്ട്, ബ്രൈഡ്സ് ഹൗസ് ഹോൾഡ്. ഒരാൾ പെണ്ണ് കാണാൻ പോവുകയാണ്, ഒരു പയ്യൻ. പെണ്ണിൻ്റെ വീട്ടിൽ പോയി, വലിയ വീടാണ്, ധനികരാണ്, എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്, സൗഭാഗ്യങ്ങളും അവർക്കുണ്ട്. പെണ്ണിനെ കണ്ടാൽ സുന്ദരി. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രൊഫസർ ശാസ്ത്രിയെയും കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ശാസ്ത്രി പറഞ്ഞു, ആ വീട്ടിൽ നിന്നൊരു ബന്ധം നമുക്ക് വേണ്ട. പയ്യൻ ചോദിച്ചു, അതെന്താ സാർ അങ്ങനെ? അവർക്കെല്ലാം ഉണ്ട്, പക്ഷേ ആ വീട്ടിൽ പുസ്തകങ്ങളില്ല. അവന് സംശയമായി. ബുക്ക് ഓർ ബ്രൈഡ്. വീട്ടിലെത്തുമ്പോൾ അവൻ തീരുമാനിച്ചു, ബുക്ക് നോട്ട് ബ്രൈഡ്. അതാണ് സംസ്കാരവുമായി ബംഗാളികളുടെ ആഭിമുഖ്യം. ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ മലയാളിക്കും? അക്ഷരത്തെ പൂജിക്കുന്ന ഒരു രാജ്യം. ആ എന്ന് തുടങ്ങിയാണ് നമ്മുടെ അക്ഷരമല്ലേ? ഇതിപ്പോൾ കായാണല്ലോ. അതിൻ്റെ പിറകിൽ പിന്നെ ഏതായാലും ഇവിടെ അക്ഷരം മാനിക്കപ്പെടുന്നു. മറ്റ് പദങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ. അക്ഷരത്തെ പൂജിക്കുക എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ തികവാണ് എന്ന് ഞാൻ കരുതുന്നു. അക്ഷര പൂജാരികളാണ് മലയാളിയും ബംഗാളിയും. അതുകൊണ്ട് തന്നെ ഈ 3 തലത്തിലും ബംഗാളികളും മലയാളികളും തമ്മിൽ വളരെയധികം സാമ്യമാണ്. പിന്നെ നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാവണം അംഗരംഗം. കേരളമെന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. അതുപോലെ ബംഗാളിൽ, എൻ്റെ ബംഗാളി തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, ഒരു ധൈര്യത്തിൽ പറയുകയാണ്, ബാംഗ്ലാർ മാട്ടി, ബാംഗ്ലാർ ജോൾ, ബാംഗ്ലാർ ബായു, ബാംഗ്ലാർ ഫോൾ, പുനോഹോക് 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 ഹേ ഭഗവാൻ. ഇത് ടാഗോർ എഴുതിയതാണ്. ബാംഗ്ലാർ മാട്ടി, ബംഗ്ലാറിൻ്റെ മണ്ണ്, ബാംഗ്ലാർ ജോൽ, ബംഗ്ലാറിൻ്റെ ജലം, ബാംഗ്ലാർ ബായു, ബംഗ്ലാറിൻ്റെ വായു, ബാംഗ്ലാർ ഫൽ, ബംഗാളിൻ്റെ ഫലം, പുനോഹോ പുണ്യമാവട്ടെ പുണ്യമാവട്ടെ പുണ്യമാവട്ടെ. ഈ ഒരു ധാരണ 2 മലയാളിക്കുമുണ്ട് ബംഗാളിക്കുമുണ്ട്. സ്വന്തം സംസ്ഥാനത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം, ഭാഷയിലുള്ള അഭിമാനം. ഒരു മലയാളി ലോകത്തെവിടെ പോയാലും അവൻ്റെ മലയാളിത്തം കൂടെ കൊണ്ടുപോകും. ആമ അതിൻ്റെ പുറത്ത് അതിൻ്റെ വീട് കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു ബംഗാളി എവിടെ ഇരുന്നാലും ശരി, അല്ലെങ്കിൽ ഒരു മലയാളി എവിടെ ഇരുന്നാലും ശരി, മലയാളിത്തം കാണും. ഇപ്പോൾ ബംഗാൾ രാജ്ഭവനിൽ മലയാളിത്തം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു കാര്യം ഞാൻ പറയും, എവിടെ പോയാലും അവസാനം എനിക്ക് മാമലകൾക്കപ്പുറത്ത് മരതൊക്കെ പട്ടെടുത്ത മലയാളം എന്നൊരു നാടിൻ്റെ എന്നൊരു ഭാവം എനിക്കുണ്ട്. എനിക്ക് വേറെ എന്ത് തന്നാലും ശരി കേരളത്തിലേക്ക് തന്നെ മടങ്ങി വരണം. ഓരോ മലയാളിയുടെ മനസ്സിലതുണ്ട്, അത് ബംഗാളിക്കുമുണ്ട്. അതാണ് രണ്ടു പേരും തമ്മിലുള്ള സാമ്യം. ചോദിച്ചോളൂ, കേൾക്കാം. നമസ്കാരം സാർ, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. സാറിൻ്റെ ഔദ്യോഗിക ജീവിതം ബംഗാളിലാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ 50 വർഷത്തിന് മുമ്പ് 22ാമത്തെ വയസ്സിൽ ബംഗാളിലെത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഗവർണറായിട്ട് ബംഗാളിലെത്തി. അന്നത്തെ ബംഗാളിലെ ഇന്നത്തെ ബംഗാളിലെ താരതമ്യം ചെയ്യാനുള്ള ചോദ്യത്തിന് സാർ മറുപടി പറഞ്ഞു. അന്നത്തെ കേരളവും ഇന്നത്തെ കേരളത്തെയും താരതമ്യം ചെയ്യുമ്പോൾ കേരളമാണോ ബംഗാളാണോ കൂടുതൽ വളർന്നിട്ടുള്ളത്? അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായ കാര്യങ്ങളിലും മറ്റും ബംഗാളും കേരളവും തമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒന്ന് താരതമ്യം ചെയ്താൽ എന്തായിരിക്കും സാറിന് പറയാനുള്ളത്? അതിൻ്റെ ഉത്തരം ഞാൻ സോക്രട്ടീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാം. സോക്രട്ടീസിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, സാർ ആഥൻസ് എങ്ങനെയുണ്ട്? സോക്രട്ടീസിൻ്റെ രീതി അറിയാം. അദ്ദേഹം മറുപടി പറയൽ മറു ചോദ്യം ചോദിക്കും, കാറ്റക്കീസം. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞ് അദ്ദേഹം ഉത്തരം തരും. എങ്ങനെയുണ്ട് ആഥൻസ്? സോക്രട്ടീസ് ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ക്രീറ്റിൽ നിന്ന് വരുന്നു. ക്രീറ്റ് എങ്ങനെയുണ്ട്? ഓ, വൃത്തികെട്ട സ്ഥലം സാർ, ഒറ്റ ഒരുത്തിനെ വിശ്വസിക്കാൻ വയ്യ, ദുഷ്ടന്മാർ, ചതിയന്മാർ. ആഥൻസും അങ്ങനെ തന്നെ. പിന്നീട് ഒരു യുവാവ് എന്ന് ചോദിച്ചു, സാർ ആഥൻസ് എങ്ങനെയുണ്ട്? സോക്രട്ടീസ് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ക്രീറ്റിൽ നിന്ന് വരുന്നു. ക്രീറ്റ് എങ്ങനെയുണ്ട്? ഓ, നല്ല സ്ഥലം സാർ,
ദൈവത്തിൻ്റെ സ്വന്തം നാട്, സ്നേഹമുള്ള മനുഷ്യർ, എല്ലാവരെയും വിശ്വസിക്കാം. ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സ്ഥലം ക്രീറ്റാണ്. സോക്രട്ടീസ് പറഞ്ഞു, ആഥൻസും അങ്ങനെ തന്നെ. ആഥൻസിന് മാറ്റമില്ല, കാഴ്ചപ്പാടിലാണ് മാറ്റം. കേരളത്തിൻ്റെ മാറ്റമില്ല, ബംഗാളിൻ്റെ മാറ്റമില്ല, കാഴ്ചപ്പാടിലാണ് മാറ്റം. ആ കാഴ്ചപ്പാട് നിയന്ത്രിച്ചാൽ ബംഗാളും മനോഹരം, കേരളവും മനോഹരം. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഈ സെഷൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ കേരളവും നല്ലതാണ്, ബംഗാളും നല്ലതാണ്, നമ്മുടെ രാജ്യം നല്ലതാണ്, ലോകം നല്ലതാണ്. അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നാളത്തെ ഇന്ത്യയെക്കുറിച്ചും ബംഗാളിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വിശദമായി സംസാരിച്ചു. നന്ദി, വളരെയധികം നന്ദി. നന്ദി, നമസ്കാരം. നന്ദി സർ.